ഏതായാലും മാരത്തോണിൽ വർഷങ്ങളായിട്ട് ഇവിടെ സേവനം നടത്തിയിരിക്കുന്ന കൊണ്ടോട്ടി മലപ്പുറം ജില്ലാ ട്രോമാ കെയർ കൊണ്ടോട്ടി സ്റ്റേഷൻ യൂണിറ്റിലെ ആളുകളാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. അതായത് ചുണക്കുട്ടികളായ ആളുകൾ തന്നെ പറയുക. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോട് ചോദിക്കുക. നമസ്കാരം. നമ്മളെ ഈ ട്രോമാ കെയർ എന്ന ഈ ഒരു സംഘടന മാരത്തോണിക്ക് കൈകോർത്തിട്ട് എത്ര വർഷങ്ങളായി? 10 വർഷത്തിലേറായിട്ട് ട്രോമാ കെയർ മാരത്തോണുമായി സഹകരിച്ചു പോകുന്നു. ഈ വർഷത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മുടെ സേവനം വ്യാപിച്ചു. അവിടെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് നല്ലൊരു മാരത്തോൺ സംഘടിപ്പിക്കുന്ന ഒരു മെഗാ മാരത്തോൺ ആയിരുന്നു. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഏറ്റവും വലിയ 45 കിലോമീറ്ററുള്ള മാരത്തോൺ സംഘടിപ്പിച്ചു. ആ മാരത്തോണിൽ വളരെ സജീവമായി ഞങ്ങൾ പങ്കെടുത്ത് അവരുടെ എല്ലാവിധ ആശംസകൾ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. പല ആളുകൾക്കുള്ള സംശയമാണ് നിങ്ങൾ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ കേരള ഗവൺമെൻറ് അംഗീകൃതമുള്ളൊരു ആ ഒരു സംഭവമാണോ എന്നുള്ളത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഗവൺമെൻറ്റിൻ്റെ ഓരോ പരിപാടികളും ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ പരിപാടികളും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ. അതുപോലെ ഇപ്പോൾ കെയർ എന്ന പദ്ധതിയുമായി ഞങ്ങൾക്കാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയറാണ് എല്ലാവിധ ഇതും തന്നത്. അപ്പോൾ കെയറിൻ്റെ ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ എല്ലാ വർക്കുകളും, അതായത് വൃദ്ധന്മാരെയും അതുപോലെ ഡിസാബിളായ ആളുകൾക്ക് സംരക്ഷിച്ചുകൊണ്ട് ചുമതല കെയർ വളണ്ടിയേഴ്സ് ഞങ്ങൾക്കാണ് തന്നിട്ടുള്ളത്. ഗവൺമെൻറ്റുമായി എപ്പോഴും സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ചെയ്യേണ്ട ഒരാളാണ് നമ്മുടെ ഈ ഒരു ട്രോമാ കെയറിൻ്റെ ഒരു വനിതാ വിങ്ങിലെ ലീഡർ എന്നുള്ള നിലയ്ക്ക് റുബീൻത എന്താണ് നിങ്ങൾ പറയാനുള്ളത്? എന്താ പറയുക, ഏത് സമയത്തും 24 ഹവറിൽ ഞങ്ങൾ ലേഡീസും ജെൻസും റെഡിയാണ്. ഇതുപോലുള്ള എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഈ ട്രോമാ കെയർ എന്ന സംഘടന, അതായത് നിങ്ങൾ സേവനമാണെന്ന് ചെയ്യുന്ന നിങ്ങൾ പറയണേ, പക്ഷെ പുറമേ ഉള്ള ആളുകൾക്ക് പറയുന്നത് ഇവർ പേയ്മെൻറ്റ് ഡ്യൂട്ടി ആണെന്നുള്ള. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാനുള്ളത്? ഞങ്ങളങ്ങനെ പേയ്മെൻ്റായിട്ട് വാങ്ങാറില്ല, ഞങ്ങളിത് സേവനമായിട്ട് തന്നെയാണ് ചെയ്യാറ്. നമ്മളൊക്കെ ട്രോമാ കെയറിൽ ഡ്യൂട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പേയ്മെൻറ്റ് ക്യാഷും വാങ്ങിയിട്ടല്ല ഒരു ഡ്യൂട്ടിക്കും പോണത്. നമ്മളൊക്കെ നമ്മളെ പണി ഒഴിവാക്കി നമ്മളെ വീട്ടുകാരെ കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പോകാൻ കഴിയുന്നതും പ്രവർത്തിക്കാൻ കഴിയുന്നതും. ആളുകളുടെ തെറ്റിദ്ധാരണകളാണ് പുറമേ കിട്ടുന്ന ന്യൂസുകളാണ് ഞാൻ അവരോട് ചോദിച്ചെന്നുള്ളൂ. അതായത് പേയ്മെൻറ്റ് ഡ്യൂട്ടി അല്ല അവർ ചെയ്യുന്നത്. ട്രോമാ കെയർ എന്ന് പറഞ്ഞാൽ ഒരു 5 പൈസ കിട്ടൂല എന്നൊരു ആ ഒരു പ്രതിജ്ഞയുമായിട്ടാണ് ഇവർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ വന്നാൽ മതി. എന്നാൽ തന്നെ ജനലക്ഷങ്ങളാണ് പല ജില്ലകളായിട്ടും മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൽ കടന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മാരത്തോണിൽ പങ്കെടുത്ത ട്രോമാ കെയറിന് എൻ്റെ എല്ലാവിധ ബിഗ് സല്യൂട്ടും.